കൊച്ചിയിൽ എങ്ങനെയാണ് വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. അതിന് നമുക്ക് ഇവിടെ വെബ്സൈറ്റിന്റെ പാർട്ടിലേക്ക് പോകാം. വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓവർവ്യൂ, നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരു പിക്ചർ ഇവിടെ കാണാൻ കഴിയും. അവിടെ ഓവർവ്യൂവിൽ കാണാൻ കഴിയും. ഇവിടെ തന്നെ ലോഞ്ച് ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ലോഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് ലോഞ്ചിന്റെ പേജിലേക്ക് പോകും. അവിടെ നമുക്ക് ലോഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അനലിറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ വെബ്സൈറ്റ് എങ്ങനെ യൂസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയാൻ കഴിയും. പിന്നെ എത്ര പേര് നമ്മൾ വെബ്സൈറ്റ് യൂസ് ചെയ്തു, അത് ഏതൊക്കെ ഡിവൈസിൽ നിന്നാണ്, ഏതൊക്കെ രാജ്യത്തു നിന്നാണ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അറിയാൻ കഴിയും. പിന്നെ ഡൊമൈൻസിന്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡൊമൈൻ ചേഞ്ച് Kiana26.fest.app എന്നുള്ള എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ ഡൊമൈൻ ചേഞ്ച് വരുത്താൻ പറ്റും. താഴെ പേജസിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ പേജുകളും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഹോം പേജിലേക്ക് പോകാം. അവിടെ ഹോം പേജിൽ 250+ പ്രോഗ്രാം കോൺടെന്റ് ഉണ്ടാവും. അവിടെ നമുക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. 1.2K+ പാർട്ടിസിപ്പൻസ് അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചേഞ്ച് കൊടുക്കാൻ പറ്റും. ഇവിടെ ഡെസ്ക്ടോപ്പ് ഹീറോ ഇമേജ്, അവിടെ ഡെസ്ക്ടോപ്പിൽ ഏത് ഇമേജ് ആണ് വരേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം, അപ്ലോഡ് ചെയ്യാം. നമ്മളിപ്പോ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിലെ മൊബൈലിൽ ഏത് ഇമേജ് ആണ് വരേണ്ടത് സെലക്ട് ചെയ്യാം. അതേ ഇമേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. എബോട്ട് കണ്ടന്റ് മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ മാറ്റം വരുത്താം. പിന്നെ എബോട്ടിലെ ഇമേജ് നമുക്ക് എടുക്കാൻ പറ്റും. അത് നമുക്ക് സെയിം ഇമേജ് തന്നെ കൊടുക്കാം. നമുക്ക് ഓരോന്നിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തട്ടോ. പിന്നെ ഗാലറി ഇമേജസ്, ആദ്യത്തെ ഹോം പേജിൽ വരുന്ന ഗാലറി ഇമേജസ് നമ്മൾ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് ഇമേജുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെലക്ട് ചെയ്യാം. നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ സെറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടിയിൽ സേവ് ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഓവർവ്യൂയിലൊക്കെ വന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് വെബ്സൈറ്റ് എടുത്ത് നോക്കാം. വെബ്സൈറ്റിൽ ഇവിടെ ഫെസ്റ്റിന്റെ ലോഗോ ആണുള്ളത്. നമുക്ക് നമ്മുടെ ഫെസ്റ്റിന്റെ ലോഗോ ആക്കിയിട്ട് മാറ്റേണ്ടി വരും. അപ്പോ നമുക്ക് നമ്മുടെ ഫെസ്റ്റിന്റെ ലോഗോ എടുക്കാം. തീം കസ്റ്റമൈസറിലേക്ക് പോകാം. ഹെഡർ ലോഗോ, ഫൂട്ടർ ലോഗോ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് ഹെഡർ ലോഗോ എടുക്കാം. ഇവിടെ ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓക്കെ, ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫയല് സെലക്ട് ചെയ്യാണ്. അവിടെ മാറ്റം വരാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ, ഈ ഫയലിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഫയലിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇമേജ് സെലക്ട് ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ആ ഇമേജ് തന്നെ അവിടെ കൊടുക്കാം, സേവ് ചേഞ്ചസ് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോഗോ മാറിയത് കാണാൻ കഴിയും. ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഇവിടെ ലോഗോ മാറിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ലോഗോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ ലോഗോ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാല് പേജസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വാൾ പേജ് നമുക്ക് 2 ഡിസൈൻ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയും ഡിസൈനുകൾ വരും. അപ്പൊ നമുക്ക് ഏത് ഡിസൈനാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് എടുക്കാൻ പറ്റും. പിന്നെ വാളിൽ എന്തൊക്കെ കാണിക്കണം, വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വാളിലേക്ക് പോവാം. കുട്ടികളുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നമുക്ക് TV കാണിക്കാൻ പറ്റുന്നതാണ് വാൾ എന്നുള്ളത്. അപ്പൊ വാളിൽ എന്തൊക്കെ കാണിക്കണം, കാൻഡിഡേറ്റ് ടോപ്പേഴ്സിനെ കാണിക്കണോ, ടീം ടോപ്പേഴ്സിനെ കാണിക്കണോ, റിസൾട്ട് കാണിക്കണോ, അതുപോലെ കാൻഡിഡേറ്റിന്റെ അവതാർ കാണിക്കണം എന്നുള്ളത് നമുക്ക് ഇവിടെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വിസിബിലിറ്റി, പേജിന്റെ വിസിബിലിറ്റി, ഏതൊക്കെ പേജുകളാണ് മേലെ എന്താണെന്ന് ബാക്ക് എടുക്കുക. മേലെ ഹോം, ഷെഡ്യൂൾ, റിസൾട്ട് ഇതുപോലെ അങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൈ റിസൾട്ട് ഒഴിവാക്കാം. വാള് മേലെ നിന്ന് ഒഴിവാക്കാം. പിന്നെ അതുപോലെ ന്യൂസ് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാം. ഡൗൺലോഡ്സ് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാം. നേരെ നമുക്ക് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാല് അതൊക്കെ പോയത് കാണാൻ കഴിയും. അതുപോലെ ഫൂട്ടറിലുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ പേജിലേക്ക് തീരെ ആക്സസ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, പേജ് വിസിബിലിറ്റി ഇപ്പൊ നാവ് ബാറിലേക്കുള്ളത് അത് നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാം. ഈ പേജ് വിസിബിലിറ്റി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് നാവെന്നും ഫൂട്ടറിനും പോകും. ഓക്കെ, അപ്പോൾ നാവ് ബാറിന്ന് മാത്രം ഒഴിവാക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഒഴിവാക്കിയാൽ ഓക്കെ.
ഇനി നമുക്ക് തീം കസ്റ്റമൈസേഷൻ നോക്കാം. നമ്മൾ ടോട്ടലി നമ്മളെ പേജിൽ ഉപയോഗിക്കുന്ന ഈ കളേഴ്സ്, റെഡ് കളർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീം കസ്റ്റമൈസേഷനിലേക്ക് പോയിട്ട് ഇവിടെ തീം കസ്റ്റമൈസർ ഉണ്ട്. അവിടെ നമുക്ക് വേണ്ട കളേഴ്സ് സെലക്ട് ചെയ്യാം. എന്നിട്ട് സേവ് കൊടുത്താൽ മതി. അതിനനുസരിച്ച് ഇവിടെ കളർ മാറുന്നു കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ടോട്ടലി ഇവിടെ നിന്നാണ് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും.